പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. 1 പത്രോസ് 4:12 നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് വായിക്കണം. അത് കാണാതെ പഠിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ അത് പറഞ്ഞുകൊണ്ടേ നടക്കണം. ആ വചനം നിങ്ങളെ ഏറെ ബലപ്പെടുത്തും, ശക്തീകരിക്കും. ദൈവസാന്നിധ്യം തൊട്ടരികിൽ അനുഭവിച്ചറിയും. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: പ്രിയമുള്ളവരെ, നിങ്ങളുടെ പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ശ്രദ്ധിച്ച് കേട്ടോ. ഇപ്പോൾ വന്നിരിക്കുന്ന അഗ്നിശോധന അത് നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗം അനുവദിച്ച ഒരു പരീക്ഷയാണ്. അതൊരു അപൂർവ കാര്യമാണല്ലോ എന്ന് കരുതി സർപ്രൈസ്ഡായി പോകരുത്. ഈ ശോധനയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, ഈ അഗ്നിയിൽ ഞാൻ എങ്ങനെ നിൽക്കും എന്നൊന്നും ചിന്തിക്കരുത്. ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും ജയത്തോടെ, ജയാളിയായി, ജയ ഉത്സവത്തോടെ നിങ്ങൾ പുറത്തു വരും. ആയതിനാൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, നേരിട്ടിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് കരുതണ്ട. ഇതൊക്കെ കർത്താവിൻ്റെ പുസ്തകത്തിൽ നേരത്തെ എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങളെ തികഞ്ഞവരാകേണ്ടതിനാ. അഗ്നിയിലൂടെ കടത്തി വിടുമ്പോൾ സ്വർണത്തിൽ നിന്ന് കീടങ്ങളൊക്കെ പോയി അത് കൂടുതൽ ശുദ്ധിയുള്ളതായി പുറത്തു വരും, തനി തങ്കമായി പുറത്തു വരും. കർത്താവിൻ്റെ കൺമണിയാകുന്ന നിങ്ങൾ, പൊന്നാകുന്ന നിങ്ങളെ ചില അഗ്നിശോധനയിലൂടെ കടത്തി വിടുന്നത് തനി തങ്കമായി പുറത്തു വരേണ്ടതിനാ, അല്ലാതെ ഇത് നിങ്ങളെ ദഹിപ്പിച്ച് കളയേണ്ടതിനല്ല. ഈ അഗ്നിശോധന വന്ന് ചുറ്റുമുള്ളവർ ചിന്തിക്കും, ദഹിച്ചു പോയി, ചാമ്പലായി, കത്തിക്കരിഞ്ഞുപോയി, ഈ അഗ്നിയിൽ നിന്ന് പുറത്ത് വരത്തില്ല എന്ന്. എന്നാൽ അഗ്നിശോധനയിലൂടെ കടന്നു പോകുന്ന നിങ്ങളോട് വളരെ പേഴ്സണലി പരിശുദ്ധാത്മാവ് പറയുന്നു, ഡു നോട്ട് ബി സർപ്രൈസ്ഡ്. അത്ഭുതപ്പെടേണ്ട. അയ്യോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നത്? ഞാൻ എന്നാ തെറ്റ് ചെയ്തിട്ടാ ഈ ചലഞ്ചസ് ഒക്കെ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്ന് കരുതണ്ട. ഇത് കർത്താവിൻ്റെ മുൻ നിർണയപ്രകാരമുള്ളതാ. നിങ്ങൾ ആരാണെന്നും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ അത് ദൈവത്തിന് എത്ര വിലപ്പെട്ടതാണെന്നും ദൈവത്തിന് തെളിയിക്കേണ്ടതിനാ ഇപ്പോൾ സ്വർഗം അനുവദിച്ചിരിക്കുന്ന ചില അഗ്നിശോധനകൾ. അതിനകത്ത് നിങ്ങൾക്കൊരു കേടും സംഭവിക്കത്തില്ല. നിങ്ങളുടെ രോമത്തിൽ ഒന്നിനു പോലും ഒരു കേട് സംഭവിക്കത്തില്ല. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന കൺഫർമേഷനായി സ്തോത്രം. ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തോടാണ് സംസാരിക്കുന്നത്. ഞങ്ങളത് ഏറ്റെടുക്കുന്നു. പ്രത്യേകാൽ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ഇപ്പോൾ നേരിട്ടിരിക്കുന്ന അഗ്നിശോധന ഒരു അപൂർവ കാര്യമാ, ഇതെങ്ങനെ, എന്തിന് എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ. ഇത് ദൈവിക പ്ലാനിലുള്ളതാണെന്നുള്ളൊരു ഉറപ്പ് ഇപ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. എല്ലാ ടെൻഷനും, എല്ലാ കൺഫ്യൂഷനും ഇപ്പോൾ മാറിപ്പോകട്ടെ. ശാന്തൂന ഹസിക്കെ ബെരഗെ ഷം ത്രേനിയാംസൽ ലേബെ ബെരമാന ധാനിയാംദൽ കംദ്രോനിയാംസി സിബെ റമേനെ ഷകേമെ നെഗെ സികമനഗസാംതൽ. അന്യഭാഷ ലഭിച്ചവരെല്ലാം അല്പസമയം എന്നോട് കൂടെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചേ. ലംസമന ധാനിയാംസ ചില ഉള്ളിൽ നിന്ന് ഭീരുത്വം ഇപ്പോൾ മാറിപ്പോകട്ടെ, ഭയം മാറിപ്പോകട്ടെ. വലിയ സ്വസ്ഥതയാൽ ഇപ്പോൾ ഹൃദയങ്ങൾ നിറയപ്പെടട്ടെ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങയെ ഒത്തിരി സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അനുവദിക്കുന്ന ഒരു അനുഭവത്തിലും സർപ്രൈസ്ഡ് ആകാതെ, അതിശയപ്പെട്ടു പോകാതെ, ഇതിൽ അങ്ങയുടെ കരമുണ്ടെന്നുള്ള ബോധ്യത്തോടെ നിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണം. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. മഹത്വപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയരെ, കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം ഓരോ നിമിഷവും ആലോചന തന്ന് വഴി നടത്തുമാറാകട്ടെ. പതറരുത്, ക്ഷീണിക്കരുത്. വിളിച്ച ദൈവം വിശ്വസ്തൻ. നിങ്ങളുടെ ജനനത്തിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾക്കായി സകലതും കരുതിയ, എല്ലാം അവിടുത്തെ പുസ്തകത്തിൽ എഴുതി വെച്ച ജീവൻ്റെ ഉടമസ്ഥനായ കർത്താവ് നിങ്ങളുടെ സകലതും നിയന്ത്രിക്കും. യെസ്,
ഈസ് ഇൻ കൺട്രോൾ. അവിടുന്ന് അറിയാതെ ഒന്നും സംഭവിക്കില്ല. ഒന്ന് പുഞ്ചിരിച്ചേ. ഈ പുഞ്ചിരി വാടരുത്. സന്തോഷമായിട്ടിരിക്കുക. ബ്ലെസ് യു.